PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ സർക്കാരിനെതിരെ വിമർശനവുമായി WCC. നീതിന്യായ വ്യവസ്ഥയ്ക്കും സർക്കാർ സംവിധാനങ്ങളും അതിജീവിതമാരെ നിശബ്ദമാക്കുന്നു. സർക്കാർ പ്രഖ്യാപനങ്ങളുടെ പ്രയോഗതലത്തിലെ മെല്ലെപ്പൊക്ക് പൊറുക്കാനാകാത്തതെന്നും WCCയുടെ വിമർശനം. വിവരങ്ങളുമായി മീര മനോഹരാണ് നമ്മോടൊപ്പം ചെയ്തത്. മീര, നമുക്കറിയാം ഇത് IFFK സമയത്താണ് ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാവുന്നത്. ഇപ്പോൾ WCC വിമർശനവുമായി എത്തുകയാണ്. എന്തൊക്കെയാണ് ഉന്നയിക്കുന്നത്? അഞ്ജലി, തീർച്ചയായും ഈ IFFK സമയത്താണ് ഈ ഒരു സംഭവം ഉൾപ്പെടെ ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായി IFFKയുടെ ഭാഗമായി നിന്ന ഇദ്ദേഹത്തിനെ മാറ്റുന്ന ഉൾപ്പെടെ നടപടികൾ എടുത്തിരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ സർക്കാർ മെല്ലെ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ WCC ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത്. അതിരൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് അതിൽ വരുന്നത്. കഴിഞ്ഞ 30-ാം തീയതി അതിജീവിതയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയെങ്കിലും FIR ഇടാൻ വളരെയധികം വൈകി എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികൾ കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ ഈ പരാതി ഉൾപ്പെടെ നൽകിയിരുന്നു. അതിനും ഒരു നടപടി ആയിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിരവധി തവണ ഈ വാർത്തയിൽ ഏർപ്പെട്ട സാഹചര്യത്തിലാണ് പോലീസ് FIR ഇടാൻ തയ്യാറായത് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നു. അതേപോലെ തന്നെ അതിജീവിതയ്ക്കൊപ്പം അവൾക്കൊപ്പം എന്ന് നിരന്തരം പറയുന്ന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഒട്ടും അനുയോജ്യപരമല്ല. സർക്കാർ പ്രഖ്യാപനങ്ങളുടെ മെല്ലെ പോക്ക് പൊറുക്കാനാവാത്തതാണ് എന്നാണ് WCCയുടെ പോസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അധികാരത്തിന്റെ മറവിൽ നിശബ്ദമാക്കപ്പെടുന്ന ഒട്ടനവധി അതിജീവിതമാരോടൊപ്പം നിലകൊള്ളുന്നു എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ WCC കുറിക്കുന്നു. സർക്കാരിനെതിരെ വിമർശനവുമായി WCC ആണ് രംഗത്ത് വന്നത്. മീര മനോഹരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.